പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, പഹൽഗാം ഭീകരാക്രമണം, ഇന്ത്യ പാക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ അവകാശവാദം തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം യോഗത്തിൽ ഉയർത്തി. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ആനന്ദ് മോഹൻ ചേരും. ആനന്ദ്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. ഒരു മാസക്കാലമാണ് ഈ സമ്മേളനത്തിന്റെ കാലയളവ്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് നിർണായക യോഗങ്ങൾ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യ സഖ്യം വിളിച്ചു ചേർത്ത ഒരു ഓൺലൈൻ യോഗം നടന്നിരുന്നു. അതുമാത്രമല്ല, കേന്ദ്രം വിളിച്ചു ചേർത്ത ഒരു സർവകക്ഷി യോഗവും പൂർത്തിയായിരുന്നു. ഏതായാലും നാളെ ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ സാധാരണക്കാരടക്കം ആകാംക്ഷയോട് നോക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതിലൊന്ന് തീർച്ചയായും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമാണ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ഇക്കാര്യങ്ങൾ കൃത്യമായി രാജ്യത്തോട് വിശദീകരിച്ചുവെങ്കിലും ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ പാർലമെന്റിൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഇത് വർഷകാല സമ്മേളനത്തിലെ ഒരു സുപ്രധാന ഘടകമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടയ്ക്കിടെ നടത്തുന്ന പ്രസ്താവനകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ അയവ് വരാനുള്ള കാരണക്കാരൻ താനാണ് എന്നും അതുപോലെ 5ഓളം യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഏത് രാജ്യത്തിൻ്റെതാണെന്ന് താൻ പറയുന്നില്ല എന്നതുമടക്കമുള്ള ചില പ്രസ്താവനകൾ. ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണം മോദി പാർലമെന്റിൽ നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും പരിശോധിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായും പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ ഒരു ഉറപ്പ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിന് കിട്ടിയതായും ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്. 260 പേരുടെ ജീവൻ നഷ്ടമായ ദുരന്തത്തിൽ അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും നിരവധി വരുന്നുണ്ട്. ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പാർലമെന്റിൽ വ്യോമയാന മന്ത്രാലയവും പ്രത്യേകിച്ചും നരേന്ദ്രമോദിയും പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പാർലമെന്റിൽ പറയണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ 15ഓളം പ്രധാനപ്പെട്ട ബില്ലുകൾ, അതിൽ ഒന്നാമത്തേത് ആദായ നികുതി ബില്ലാണ്. ഈ ബില്ലുകളും ഈ വർഷകാല സമ്മേളനം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും സാധാരണക്കാർക്ക് കൂടി ഏറ്റവും അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ വർഷകാല സമ്മേളനം ഏറ്റവും പ്രസക്തമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് പാർലമെന്റിലെ വർഷകാല സമ്മേളനം നാളെ തുടങ്ങുകയാണ്. ആനന്ദ് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.